കുറച്ചു കഴിഞ്ഞ് അവന് ബോധം വരുമ്പോൾ അപ്പാർട്ട്മെന്റിൽ ആരും ഉണ്ടാവില്ല. അവൻ പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോകും. അപ്പോൾ പക്ഷെ അവന് പൂർണ്ണമായും ബോധമുണ്ടാവില്ല. എന്താ ചുറ്റും നടക്കുന്നതെന്നോ സംസാരിക്കാനോ അറിയാത്ത അവസ്ഥ. അവൻ പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ അടുത്ത അപ്പാർട്ട്മെന്റിലെ ലേഡിയുടെ മകൾ ഈ പയ്യനെ കാണും. അവരിത് കണ്ട് പോലീസിനെ അറിയിക്കും. അങ്ങനെ പോലീസ് വന്ന് അവരോട് കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തു പോയ ഡാമർ അങ്ങോട്ടേക്ക് വരുന്നത്. അവൻ പോലീസിനെ കണ്ട് ഒന്ന് പതറുമെങ്കിലും അവർ ചോദിക്കുമ്പോൾ ആ പയ്യൻ അവന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറയും. അവൻ എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ ഡാമർ പറയും അവൻ കുടിച്ച് ബോധം പോയതാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലെന്ന്. അവന്റെ തലയിലെ രക്തം കണ്ട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ വീണതാണെന്ന് പറയും. ആ ലേഡിക്കും അവരുടെ മക്കൾക്കും ഡാമറിനെ നല്ല സംശയമുണ്ടെങ്കിലും ആ പയ്യനൊരു മൈനർ ആണെന്ന് അവർ പറയുന്നത് പോലീസുകാർ മൈൻഡാക്കില്ല. അന്ന് ഈ റേസിസം ഒക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന സമയമാണ്. അതാണ് അങ്ങനെ. ഡാമർ പോലീസുകാരോട് പറയും നിങ്ങൾ എന്റെ കൂടെ വന്നാൽ ഇവൻ എന്റെ കൂടെയാണ് താമസിക്കുന്നതെന്ന് ഞാൻ തെളിയിക്കാം. ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ അവിടെ ഉണ്ടെന്ന്. ഇവൻ ഓൾറെഡി പോലീസിനോട് ആ പയ്യന് 19 വയസ്സാണെന്ന് കള്ളം പറഞ്ഞിരുന്നു. അങ്ങനെ അവർ ഡാമറിന്റെ കൂടെ അവന്റെ റൂമിലേക്ക് പോകും. ഇവർ ഗേ കപ്പിൾ ആണെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ആ പോലീസുകാർക്ക് അപ്പാർട്ട്മെന്റിലേക്ക് കയറാൻ തന്നെ ഒരു മടി കാണും. ഡാമർ എടുത്തു കൊടുക്കുന്ന ഫോട്ടോസ് പോലും അവർ മര്യാദയ്ക്ക് നോക്കില്ല. ആ പോലീസുകാർക്കും റൂമിൽ നിന്ന് സ്മെല്ല് വരുന്നത് മനസ്സിലാകും. അവർ ചോദിക്കുമ്പോൾ അവരോടും ഡാമർ ആ പഴകിയ മീറ്റിന്റെ കഥ തന്നെ പറയും. പോലീസുകാര് അപ്പാർട്ട്മെന്റ് ചെക്ക് ചെയ്യണമെന്ന് പറയുമെങ്കിലും അവരത് ക്ലിയർ ആയിട്ട് നോക്കില്ല. നോക്കിയിരുന്നെങ്കിൽ ഡാമറിന്റെ റൂമിൽ കിടന്ന മറ്റൊരു ബോഡി അവർ കാണുമായിരുന്നു.